Okay, our next topic is second order derivative. Okay, in the previous classes we already discussed about the introduction of derivatives, that is first derivative, how to calculate the first derivative and how to do problems related to first derivative and some differential rules and as we using differentiation and define the limit and tangent lines and slope of a tangent line and approximate value of corresponding values and the rate of change and some applications of first derivative in physics. Okay, then physics engineering field. Okay, in that chapter we discussed and solved many problems related to first derivative. Today we are going to discuss second derivative അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് നമ്മൾ പറയും. ഓക്കെ, ആ ടേമിലുള്ളതുപോലെ തന്നെയാണ് അതിൻ്റെ നമ്മൾ പ്രൊസീജിയർ ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് നമുക്കൊരു വി ഹാവ് എ ഫംഗ്ഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, ദെൻ ഹൂസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് y ഡാഷ് ഈക്വൽ ടു ഡി എഫ് ബൈ ഡി എക്സ് ആയിരുന്നു. വൈന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേഷൻ എടുക്കുമ്പോൾ അതായിരുന്നു ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ. ദെൻ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റ് ചെയ്ത ഫംഗ്ഷന് വീണ്ടും എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു ഒന്നും കൂടി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്നതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്താണെന്ന് നോക്കാം. The derivative y dash is equal to dy by dx is the first derivative or first order derivative of y with respect to x. This derivative may itself be a differentiable function of x. If so, its derivative y double dash is equal to dy dash by dx is equal to d by dx of dy by dx equal to d square y by dx square is called the second order or second derivative of y with respect to x. അതായത് വി ഗിവൺ എ ഫംഗ്ഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, ദെൻ ഹൂസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് y ഡാഷ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ്. നമുക്കറിയാം എന്താണ് വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുന്ന ഡെറിവേഷൻ ആണ് y ഡാഷ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഈ നമ്മളെടുത്ത ഈ y ഡാഷ് എന്താണ്, നമുക്ക് വീണ്ടും അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനൊന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അതാണ് y ഡബിൾ ഡാഷ് അല്ലെങ്കിൽ ഡി വൈ ഡാഷ് ബൈ ഡി എക്സ് ഓർ ഡി വൈ ബൈ ഡി എക്സ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ഓർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. അപ്പോൾ ഈ ഇതിന് വിളിക്കുന്ന പേരാണ് എന്താണ് സെക്കൻഡ് ഓർഡർ അല്ലെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്നാണ്. അപ്പോൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യും, സിംബളിക്കലി എങ്ങനെ ഡിനോട്ട് ചെയ്യും, y ഡബിൾ ഡാഷ് അല്ലെങ്കിൽ ഡി വൈ ഡാഷ് ബൈ ഡി എക്സ് അല്ലെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് അല്ലെങ്കിൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടെ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. സെക്കൻഡ് ഓർഡർ അല്ലെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചതിന് ശേഷം ആ ഫസ്റ്റ് ഡെറിവേറ്റീവിനോട് വീണ്ടും വിത്ത് റെസ്പെക്ട് ടു ഏതാണോ നമ്മൾ എടുത്ത വേരിയബിൾ അതിനെ വെച്ച് തന്നെ ചെയ്യുന്നതിനെ വിളിക്കുന്നവരാണിത് സെക്കൻഡ് ഓർഡർ അല്ലെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നൊട്ടേഷൻസും നോക്കി വെക്കാം. ഓക്കെ, ദെൻ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫൈൻഡ് ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ദി ഫംഗ്ഷൻ. നമുക്ക് കുറച്ച് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും കണ്ടുപിടിക്കണം. നമ്മൾ ഡിഫൈൻ ചെയ്തെടുത്ത് നമ്മൾ എന്താണ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള y ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് രൂപത്തിലായിരുന്നു നമ്മൾ എടുത്തിട്ടാണ്. വൈയും എക്സും മാത്രമല്ല വേരിയബിൾസ് വരാൻ പറ്റും, ആറും ടീച്ചയും വരും, ടി രൂപത്തിൽ നമ്മളുടെ ഫംഗ്ഷൻസ് വരാം, അങ്ങനെ പല രൂപത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല ഫംഗ്ഷൻസ് വരാറുണ്ട്. അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക, മാറിപ്പോകരുത്. ഞാനിപ്പോൾ പ്രോബ്ലത്തിൽ ആറും ടീച്ചർ വന്നിട്ട് എനിക്കവിടെ വൈയും എക്സും കാണുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കാൻ പാടില്ല. സോ എന്ത് ചെയ്യാം, നമുക്ക് തന്നിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആർ ഈക്വൽ ടു 12 ബൈ ടീറ്റ മൈനസ് 4 ബൈ ടീറ്റ ക്യൂബ് പ്ലസ് 1 ബൈ ടീറ്റ റേസ് ടു 4 ആണ്. ഈ തന്നിട്ടുള്ള ആർ എന്ന ഫംഗ്ഷൻ നമുക്ക് ഫസ്റ്റ് ഡെറിവേഷൻ കണ്ടുപിടിക്കണം, സെക്കൻഡ് ഡെറിവേഷൻ കണ്ടുപിടിക്കണം. ഇവിടെ ആറും ടീറ്റയാണ് ഫംഗ്ഷൻ ഉള്ളത്. സോ ഈ ആർ എന്ന ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ടീറ്റ ആണ് നമുക്ക് സെക്കൻഡ് ഡെറിവേഷൻ കണ്ടുപിടിക്കേണ്ടത്. സെക്കൻഡ് ഫംഗ്ഷൻ നോക്കാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 5 പ്ലസ് 7 എക്സ് റേസ് ടു 4 മൈനസ് 2 എക്സ് പ്ലസ് 3. ഇത് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് 2 ടൈംസ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. ദെൻ തേർഡ് ഫംഗ്ഷൻ ജി ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ മൈനസ് 1 ബൈ ടി സ്ക്വയർ പ്ലസ്, ഇവിടെ എന്താണ് ഫംഗ്ഷൻ ടിയുടെ വേരിയബിൾസിനുള്ളത്. സോ ഇത് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടി ആണ് 2 ടൈംസ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഫംഗ്ഷൻ നോട്ട് ചെയ്യുക. ആർ ഈക്വൽ ടു 12 ബൈ ടീറ്റ മൈനസ് 4 ബൈ ടീറ്റ ക്യൂബ് പ്ലസ് 1 ബൈ ടീറ്റ റേസ് ടു 4. ഇതിന് ആദ്യം എന്ത് ചെയ്യണം, സെക്കൻഡ് ഡെറിവേഷൻ കണ്ടുപിടിക്കണം. ആദ്യം ഫസ്റ്റ് ഡെറിവേഷൻ കണ്ടുപിടിക്കണം വിത്ത് റെസ്പെക്ട് ടു ടീറ്റ. ദാറ്റ് ഈസ് ഡി ബൈ ഡി ടീറ്റ ഓഫ് ആർ, ദാറ്റ് ഈസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു ഡി ആർ ബൈ ഡി ടീറ്റ ഈക്വൽ ടു ഡി ബൈ ഡി ടീറ്റ ഓഫ് ആർ എന്തായിരുന്നു 12 ബൈ ടീറ്റ മൈനസ് 4 ബൈ ടീറ്റ ക്യൂബ് പ്ലസ് 1 ബൈ ടീറ്റ റേസ് ടു 4 ആണ്. ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, റെസിപ്രോക്കൽ റൂളും സം റൂളും കോൺസ്റ്റന്റ് മൾട്ടിപ്ലിക്കേഷൻ റൂളും നമ്മളിവിടെ ആഡ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, സം റൂൾ യൂസ് ചെയ്യാം. സം റൂൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ടേംസിന് നമുക്ക് എന്ത് ചെയ്യാം, അതിന് ഡിഫറൻഷിയേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ഡി ബൈ ഡി ടീറ്റ ഓഫ് 12 ബൈ ടീറ്റ മൈനസ് ഡി ബൈ ഡി ടീറ്റ ഓഫ് 4 ബൈ ടീറ്റ ക്യൂ പ്ലസ് ഡി ബൈ ഡി ടീറ്റ ഓഫ് 1 ബൈ ടീറ്റ റെസ്റ്റ് വരും. 12 ബൈ ടീറ്റ എന്ന ഫംഗ്ഷനിൽ 12 എന്താണ് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് മൾട്ടിപ്ലിക്കേഷൻ വിളിച്ചാൽ നമുക്ക് 12 പുറത്തെടുക്കാൻ പറ്റും. ബാക്കി എന്തുണ്ടാവുക 12 ഇൻറ്റു ഡി ബൈ ഡി ടീറ്റ ഓഫ് 1 ബൈ ടീറ്റ.
1/θ റെസിപ്രോക്കൽ റൂൾ വെച്ചിട്ട് നമുക്ക് എന്താണ് കിട്ടുക? 1/θ ഡെറിവേഷൻ തരും -1/θ². സിമിലർലി ഇവിടെ -4 പുറത്തെടുക്കുമ്പോൾ 1/θ³ ഡെറിവേഷൻ തരും -3 × 1/θ⁴ വരും. ദെൻ ഇവിടെ എന്ത് വരും? 1/θ⁴ എന്ത് വരും? -4/θ⁵ വരും. സോ dr/dθ ഈക്വൽ എന്ത് വരും? -12/θ² + 12/θ⁴ -4/θ⁵ വരും. ഫസ്റ്റ് ഡെറിവേഷൻ ഓഫ് r ഈക്വൽ ടു എന്താണ്? -12/θ² + 12/θ⁴ -4/θ⁵ എന്നും. ദെൻ സെക്കൻഡ് ഡെറിവേഷൻ ഓഫ് r, ദാറ്റ് ഈസ് d²r/dθ² എന്നാണ്. എന്താണ് നമ്മുടെ ആറിന്റെ ഫസ്റ്റ് ഡെറിവേഷൻ കണ്ടുപിടിച്ചിട്ട് എന്താണ്? dr/dθ. അതിനെന്ത് ചെയ്യുക? വിത്ത് റെസ്പെക്ട് ടു ടീച്ച നമ്മൾ എന്ത് ചെയ്യുക? ഒന്നും കൂടി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് സെക്കൻഡ് ഡെറിവേറ്റീവ് d²r/dθ² ഈക്വൽ ടു എന്താ വരിക? d/dθ ഓഫ് dr/dθ വരും. dr/dθ നമ്മൾ കണ്ടുപിടിച്ചു ഫസ്റ്റ് സ്റ്റെപ്പിൽ. എന്താണ് ഫസ്റ്റ് ഡെറിവേഷൻ ഈക്വൽ ടു എന്താണ്? -12/θ² + 12/θ⁴ -4/θ⁵ വരും. സോ ഈ തന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യുക? വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ഒന്നും കൂടി വിത്ത് റെസ്പെക്ട് ടു ടീച്ചർ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് d/dθ ഓഫ് -12/θ² + 12/θ⁴ -4/θ⁵ വരും. സോ എന്ത് വരും? നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പോലെ സം റൂളും കോൺസ്റ്റന്റ് മൾട്ടിപ്ലിക്കേഷൻ റൂളും റെസിപ്രോക്കൽ റൂളും വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് 24/θ⁵ -48/θ⁵ + 20/θ⁶ വരും. ഓക്കെ, അപ്പോൾ ആറിന്റെ സെക്കൻഡ് ഡെറിവേഷൻ എന്ത് വരും? 24/θ⁴ -48/θ⁵ + 20/θ⁶ വരും. അപ്പൊ ശ്രദ്ധിക്കുക, സെക്കൻഡ് ഡെറിവേഷൻ എന്ന് പറഞ്ഞതാണ്. ഫസ്റ്റ് ഡെറിവേഷൻ നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും ഒന്നുകൂടി ആ വേരിയബിൾ വെച്ച് ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് എടുക്കുന്നതാണ് സെക്കൻഡ് ഡെറിവേഷൻ എന്ന് വിളിക്കുക. അതിന് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ y' അല്ലെങ്കിൽ dy'/dt dx അല്ലെങ്കിൽ എന്താണ് d²y/dx² എന്നൊക്കെ നമുക്ക് സെക്കൻഡ് ഡെറിവേഷൻ ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ആറും ടീച്ചും ആയതുകൊണ്ട് എന്താണ് നമ്മൾ dr/dθ d²r/dθ² എടുത്തു. ഓക്കെ, ദെൻ സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? f(x) = x⁵ + 7x⁴ - 2x + 3 is a polynomial and hence is a differentiable everywhere. നമുക്കറിയാം എന്താണ് തന്നിട്ടുള്ള ഫംഗ്ഷൻ നോക്കുക. എന്താണ്? ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ട് എന്താണ് പോളിനോമിയൽ ഫംഗ്ഷൻ എന്താണ്? ഡിഫറൻഷ്യബിൾ ആണ് എവരിവെയർ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് ഡിഫറൻഷിയേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്തൊക്കെ യൂസ് ചെയ്തിട്ട്? സം റൂളും കോൺസ്റ്റന്റ് മൾട്ടിപ്ലിക്കേഷൻ റൂളും പവർ റൂളും യൂസ് ചെയ്തിട്ട് അല്ലെ. ദാറ്റ് ഈസ് f'(x) = തരും d/dx of x⁵ + 7x⁴ - 2x + 3. ദാറ്റ്സ് ഈക്വൽ തരും x⁵ ഡെറിവേഷൻ തരും 5x⁴ വരും. 7 × x⁴ എന്ത് വരും? 7 × 3 × x³ വരും. അതുപോലെ -2x എന്ത് വരും? -2 വരും. 3 എന്ത് വരും? 0 വരും. ദാറ്റ് ഈസ് 5x⁴ + 28x³ - 2 ആയിട്ട് അതിന്റെ ഫസ്റ്റ് ഡെറിവേഷൻ വരും. ദെൻ സെക്കൻഡ് ഡെറിവേഷൻ f'(x) = എന്ത് വരും? d/dx of f'(x). f'(x) നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ്? 5x⁴ + 28x³ - 2. അതിനെന്ത് ചെയ്യാം? ഒന്നും കൂടി നമ്മൾ എന്ത് വിത്ത് റെസ്പെക്ട് x ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് f'(x) = dy/dx of f'(x). That's equal to d/dx of 5x⁴ + 28x³ - 2. അതെന്ത് ചെയ്യുക? സം റൂളും പവർ റൂളും കോൺസ്റ്റന്റ് മൾട്ടിപ്ലിക്കേഷൻ റൂളും വെച്ചിട്ട് എന്ത് ചെയ്യുക? അത് നമുക്ക് ഡിഫറൻഷിയേഷൻ എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് 20x³ + 84x² ആയിട്ട് അതിന് സെക്കൻഡ് ഡെറിവേഷൻ നമുക്ക് കിട്ടും. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. g(t) = t² - 1/t² + 1 ആണ്. ഇത് എന്ന ഫംഗ്ഷൻ നോക്കുക. എന്താണ്? ഒരു റാഷണൽ ഫംഗ്ഷൻ ആണ്. നമുക്കറിയാം റാഷണൽ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് പോളിനോമിയൽസ് നമ്മൾ റേഷ്യോ രൂപത്തിലേക്ക് മാറ്റുന്നതാണ് അതിന്റെ റാഷണൽ ഫംഗ്ഷൻ ആണ്. അപ്പൊ പോളിനോമിയൽ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്താണ്? അത് ഡിഫറൻഷ്യബിൾ ആണ് എവരിവേ. സോ ഡിനോമിനേറ്റർ 0 അല്ലാത്ത എല്ലാ പോയിന്റ്സിലും റാഷണൽ ഫംഗ്ഷൻ എന്തായിരിക്കും? ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ദെൻ g(t) എന്തായിട്ട് ഒരു റാഷണൽ ഫംഗ്ഷൻ ഓഫ് t ആണ്. ആൻഡ് ഇറ്റ്സ് ഡിനോമിനേറ്റർ ഈസ് നോൺ സീറോ ഫോർ റിയൽ വാല്യൂസ് ഓഫ് t. അല്ലെ, ഒരു റിയൽ വാല്യൂ അത് 0 വരില്ല. കാരണം t0 എന്ന എന്താണ്? ഡിനോമിനേറ്റർ 1 വരുള്ളൂ. ഹെൻസ് ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ എവരിവെയർ. ദെൻ യൂസിങ് കോഷ്യന്റ് റൂൾ, പവർ റൂൾ, കോഷ്യന്റ് റൂളും പവർ റൂളും യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ഫസ്റ്റ് ഡെറിവേഷനും സെക്കൻഡ് ഡെറിവേഷനും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് g'(t) = എന്ത് വരും? d/dt t² - 1 p² + 1. നമുക്കറിയാം d/dx ഓഫ് കോഷ്യന്റ് റൂൾ എന്തായിരുന്നു? u/v ഓൾ എന്താണ്? u' × v - uv' v² ആണ്. ഇവിടുത്തെ യുടെ സ്ഥാനത്ത് എന്ത് വരും? t² - 1. v യുടെ സ്ഥാനത്ത് t² + 1 വരും. സോ അതിന്റെ ഡെറിവേഷൻ എന്ത് വരും? t² + 1 × t² - 1 ഡെറിവേഷൻ എന്താണ്? 2t - t² - 1 × 2t / t² + 1 the whole square. നമ്മൾ എന്ത് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി സോൾവ് ചെയ്യാം. then we get
2t cube plus 2t minus 2t cube plus 2t divided by t square plus 1 the whole square. 2t cube ഉണ്ട് ഇവിടെ മൈനസ് 2 ക്യൂബ് ഉണ്ട്, അത് നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകും. 2t plus 2t എന്നൊരു 40 വരും. സോ ജി ഡാഷ് അല്ലെങ്കിൽ d by dt of g of t, അത് ഫസ്റ്റ് ഡെറിവേഷൻ ഓഫ് g of t കൂടെ വരും 40 by t square plus 1 the whole square. ദെൻ ഇതിന്റെ നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡ് ഡെറിവേഷൻ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യുക, ഇപ്പം കണ്ടുപിടിച്ചിട്ടുള്ള ഈ ജി ഡാഷ് എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു ടി നമ്മൾ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ജി ഡബിൾ ഡാഷ് ഓഫ് ടി ഈക്വൽ വരും ഡി ബൈ ഡി ടി ഓഫ് ജി ഡാഷ് ഓഫ് ടി ദാറ്റ്സ് ഈക്വൽ വരും ഡി ബൈ ഡി ടി ഓഫ് 40 by t square plus 1 the whole square. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, കോഷ്യൻ റൂളും യൂസ് ചെയ്യുക, അതുപോലെ തന്നെ പവർ റൂളും യൂസ് ചെയ്യുക. ദെൻ വി ഗെറ്റ് 4 into t square plus 1 the whole square minus 40 into d by dt of t raised to 4 minus t raised to 4 plus 2t square plus 1. എന്താണ് t square plus 1 the whole square, നമുക്ക് ചെയിൻ റൂൾ എന്ന് പറഞ്ഞൊരു ടേം വരുന്നുണ്ട്, അതിലേക്ക് നമ്മൾ എത്തിച്ചില്ല, അതിലേക്ക് നമ്മൾ പോകുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്തു, ടി സ്ക്വയർ പ്ലസ് 1 the whole square നമ്മൾ a plus b whole square വെച്ച് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പോളിനോമിയൽ രൂപത്തിലേക്ക് മാറ്റിയിട്ട് അതിന് എന്ത് ചെയ്യും, പവർ റൂളും സം റൂളും വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോണേ. ദാറ്റ് ഈസ് ടി സ്ക്വയർ പ്ലസ് 1 the whole square നമ്മൾ എന്താക്കി മാറ്റിയിട്ട് ഡി ബൈ ഡി ടി ഓഫ് ടി റേസ് ടു 4 plus 2 t square plus 1 ഓൾ ഡിവൈഡ് ബൈ എന്ത് വരും, ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ ആണെങ്കിൽ ടി സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയറിന്റെ സ്ക്വയർ ആണെങ്കിൽ ടി സ്ക്വയർ പ്ലസ് 1 ഓൾ റേസ് ടു 4 വരും. Then അത് സോൾവ് ചെയ്യാം. Then we get 4 into t square plus 1 the whole square minus 40 t square plus t raised to 4 plus 2t square plus 1 in the differentiation തരും 4t cube plus 40 all divided by t square plus 1 the whole raised to 4. Then എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് കൊണ്ടുവരാം. Then എന്ത് വരും, 4 into t square plus 1 the whole square minus 16t square into t square plus 1 all divided by t square plus 1 all raised to 4. ദെൻ എന്ത് വരും, അത് സോൾവ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ എന്ത് വരും, 4 into t square plus 1 minus 16t square by t square plus 1 all cube വരും. കാരണം എന്താണ്, ഇവിടെ t square plus 1 ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ എല്ലാത്തിനും കോമൺ ആയിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കുക. ദെൻ എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക, സോൾവ് ചെയ്യാം. ഇവിടെ 4t square ഉണ്ട്, ഇവിടെ മൈനസ് 16t square ഉണ്ട്. 4t square നിന്ന് മൈനസ് 16t square പോയാൽ എന്ത് വരും, മൈനസ് 12t square വരും. ദെൻ 4 minus 12t square by t square plus 1 all cube ആയിട്ട് നമുക്ക് അതിന്റെ ആൻസർ വരും. The next question, compute the following second derivative. Question എന്താണ്, d square by dr square of r square minus 5. r square minus 5 ആണ് ഇവിടുത്തെ നമ്മളുടെ എന്ത് ഫംഗ്ഷൻ, അതിനെന്ത് ചെയ്യണം, 2 times ഡിഫറൻഷിയേറ്റ് ചെയ്യണം എന്ത് വിത്ത് റെസ്പെക്ട് ടു r ആയിട്ട്. സെക്കൻഡ് ക്വസ്റ്റൻ എന്താണ്, d square by dx square x plus 1 by root x എന്തിനും 2 times ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ ഇതിന്റെ സെക്കൻഡ് ഡെറിവേഷൻ കണ്ടുപിടിക്കണം, നമുക്ക് എന്തിനാ ആദ്യം ഫസ്റ്റ് ഡെറിവേഷൻ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് d by dr of r square minus 5 എന്തിനും ആർ സ്ക്വയർ ഡെറിവേഷൻ എന്തുവരും, സം റൂൾ യൂസ് ചെയ്യുക, ആർ സ്ക്വയർ സം റൂളും പവർ റൂൾ യൂസ് ചെയ്യുക. ആർ സ്ക്വയർ ഡെറിവേഷൻ എന്താണ്, 2r ആണ്, 5 എന്താണ് 0 ആണ്. സോ അതിന്റെ ഫസ്റ്റ് ഡെറിവേഷൻ ഈക്വൽ ടു 2r. ഈ 2r എന്ത് ചെയ്യുക, ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു r. ദാറ്റ് ഈസ് d square by dr square of r square minus 5 equal to d by dr of 2r വരും. ദാറ്റ്സ് ഈക്വൽ ടു 2 വരും. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, d square by dx square x plus 1 by root x. എന്താണ്, d by dx of x plus 1 by root x ആണ്. x plus 1 by root x നമ്മൾ എന്ത് ചെയ്യുക, x by root x plus 1 by root x ആക്കി മാറ്റുക. x by root x നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, root x ആക്കി മാറ്റാൻ പറ്റും plus 1 by root x. അപ്പോൾ d by dx of x plus root x plus 1 by root x. root x ഡെറിവേഷൻ എന്തായിരുന്നു, 1 by 2 root x ആണ്. സോ d by dx of root x ഡെറിവേഷൻ 1 by 2 root x വരും. 1 by root x ഡെറിവേഷൻ തരും x raised to minus 1 by 2. That's equal to minus 1 by 2 x raised to 3 by 2 ആയിട്ട്. That is 1 by 2 root x minus 1 by 2 into x raised to 3 by 2 വരും. സോ എന്ത് ചെയ്യുക, 1 by 2 root x ഡെറിവേഷനും 1 by 2 into x raised to 3 by 2 ഡെറിവേഷൻ കണ്ടുപിടിക്കുക. അതിന് വേണ്ടിയിട്ട് 1 by 2 നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്തു. Then 1 by 2 root x 1 by root x ഡെറിവേഷൻ എന്താണ്, minus 1 by 2 into x raised to 3 by 2 plus 3 by 2 into x raised to 5 by 2. കാരണം എന്താണ്, x raised to 3 by 2 നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ വരും, x raised to minus 3 by 2 വരും. അതിന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ minus 3 by 2 into x raised to minus 3 by 2 minus 1. That's equal to 3 by 2 by 2 into x raised to 5 by 2 വരും. അതിനെന്താ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, സോൾവ് ചെയ്യുക. ദാറ്റ് ഈസ് 1 by 2 ഒന്നുകൂടി നമ്മൾ പുറത്തെടുക്കുക, രണ്ടിൽ 1 by 2 ഉണ്ടല്ലോ, പുറത്തെടുക്കുമ്പോൾ 1 by 4 into minus 1 by x raised to 3 by 2 plus 3 by x raised to 5 by 2 എന്ത് ചെയ്യും, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എടുക്കുമ്പോൾ എന്ത് വരും, 1 by 4 into minus x raised to 5 by 2 plus 3 into x raised to 3 by 2 by x raised to 4. That's equal to 3 into x raised to 3 by 2 minus x raised to 5 by 2 divided by 4x raised to 5 by 2. എല്ലാ ടേംസും ഞാൻ എന്ത് ചെയ്തു, ബൈ എക്സ് ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എല്ലാത്തിനും 1 by x കൊണ്ട് മൾട്ടിപ്ലൈ അല്ലെങ്കിൽ എല്ലാത്തിനും x കൊണ്ട് ഡിവൈഡ് ചെയ്തു. Then 3x raised to 1 by 2 minus x raised to 3 by 2 by 4x cube വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ വരുമ്പോൾ നമുക്ക് ആ ടേംസിന് ആദ്യം ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. d square by dx square of
d square by dr square x അല്ല കേട്ടോ, r square plus 3 by 12r square 12r into r raised to 4 minus 1 by r cube. നമ്മൾ എന്ത് ചെയ്യുക, ഈ ബ്രാക്കറ്റിനുള്ളിൽ ഈ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ടേംസിന് എന്ത് ആദ്യം നമ്മളൊരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റുന്നു. അല്ലെങ്കിൽ ഇവിടെ പ്രൊഡക്റ്റ് റൂളും കോഷ്യൻ റൂളും പവർ റൂളും ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ, പക്ഷേ അത് വളരെ ഡിഫിക്കൽട്ടാണ്. സോ നമ്മൾ എന്ത് r square plus 3 by 12r into r raised to 4 minus 1 by r cube എന്ത് ചെയ്തു, പ്രൊഡക്റ്റ് എടുത്തു. ദാറ്റ് ഈസ് r raised to 6 minus r square plus 3 r raised to 4 minus 3 by 12 into r raised to 4 ദാറ്റ്സ് ഈക്വൽ ടു 1 by 12 into എന്ത് ചെയ്യുക, എല്ലാത്തിനും ഞാൻ r raised to 4 നോട് ഡിവൈഡ് ചെയ്ത്, ദാറ്റ് ഈസ് r square minus 1 by r square plus 3 minus 1 by r raised to 4 വരും. ദെൻ അതിന് ഫസ്റ്റ് ഡെറിവേഷൻ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് d by dr x അല്ല കേട്ടോ, അത് ഒന്ന് റെഡി ആക്കുക. d by dr of r square plus 3 by 12r into r raised to 4 minus 1 by r cube എന്താണ്, d by dr of 1 by 12 into r square minus 1 by r square plus 3 minus 1 by r raised to 4. ഇത് എന്ത് ചെയ്യുക, സം റൂളും അതുപോലെ തന്നെ കോൺസ്റ്റന്റ് മൾട്ടിപ്ലിക്കേഷൻ റൂളും റെസിപ്രോക്കൽ റൂൾ വെച്ച് അതിന്റെ ഡിഫറൻഷിയേഷൻ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് 1 by 12 into d by dr of r square minus d by dr of 1 by r square plus d by dr of 3 minus d by dr of 3 by r raised to 4. That's equal to 1 by 12 into 2r plus 2 by r cube plus theta plus 12 by r raised to 5 വരും. That's equal to 1 by 12 into 2r plus 2 by r cube plus 12 by r raised to 5 വരും. ഓക്കെ, ദെൻ നമ്മൾ എന്തായാലും സെക്കൻഡ് ഡെറിവേഷൻ, ദാറ്റ് ഈസ് d square by dr square of function equal to d by dr of r square plus 3 by 12 into r raised to 4 minus 1 by r cube. d by dr നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ dx ഇങ്ങനെ കാണാം, അതൊന്ന് ടൈപ്പ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് ആണ്, അതൊന്ന് കറക്റ്റ് ചെയ്യാം. ഓക്കെ, ദെൻ എന്ത് വരും, അതിന്റെ ഡിഫറൻഷിയേഷൻ തരും. d by dr of 1 by 12 into 2r plus 2 by r cube plus 12 by r raised to 5. 2r ന്റെ ഡിഫറൻഷിയേഷൻ തരും 2 വരും. 2 by r cube എന്നൊരു minus 6 by r raised to 4 വരും. 12 by r raised to 5 എന്നൊരു minus 60 by r raised to 6 വരും. That's equal to 12 എല്ലാത്തിനും ഉള്ളിലേക്ക് എടുക്കുക. That is 1 by 6 minus 1 by 2 into r raised to 4 minus 5 divided by r raised to 6. ഓക്കെ, അപ്പൊ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിഫറൻഷിയേഷൻ വരുമ്പോൾ അത് നമ്മൾ ആദ്യം സോൾവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് ഡെറിവേഷൻ കണ്ടുപിടിക്കുക, ദെൻ സെക്കൻഡ് ഡെറിവേഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ എന്തായിട്ടും ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സ്റ്റെപ്പ് ബൈ ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ.